ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പേരൻ്റെ ഉള്ളിൽ പറ്റണ കുറച്ച് സംഭവങ്ങൾ മാത്രം റെഡിയാക്കിയിരിക്കണേ. അതായത് ലൈറ്റ്, കാർപ്പറ്റ് അതൊക്കെ വെച്ചിരിക്കണേ. ഇവിടെ ഒരു ഗ്രീപ്പറുണ്ട്, അതിനൊന്ന് പൊട്ടിത്തെറിപ്പിച്ചിട്ടേ നമ്മളിവിടെ. അത് ഞാൻ കാട്ടിത്തരാം എന്തൊക്കെ ചെയ്തേ. കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇനി ഒന്നുകൂടി സെറ്റ് ചെയ്യേണ്ടത്. അവിടെ കൂടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ. ഇവിടെയൊന്നും കാര്യമായിട്ട് പണിയിട്ടില്ല. പിന്നെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ പുറത്ത് കൂടെയാണ് ചെയ്തിരിക്കണേ. ഇവിടെ പിന്നെ ഉള്ളിൽ 2-3 ലൈറ്റ് വെച്ചിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മുകളിലിങ്ങനെ ലൈറ്റ് വെച്ചു. ഇവിടെ അങ്ങനെ പിന്നെ ചെറിയൊരു ബെഡ്റൂമാര് സെറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ ചെയ്തിട്ട്. ഇന്ന് പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു തത്തനണക്കും. ആ തത്തനണക്കിയിട്ട് നമ്മൾ ക്രഷിൻ്റെ പേരാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നെയിം ടാഗൊന്നും കിട്ടിയിട്ടില്ല, അതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഒപ്പിച്ചാൽ നോക്കാം. അപ്പോൾ ഏതായാലും ഞാൻ ഒരു തത്തേനെ ഒപ്പിച്ചാൻ പറ്റും. ചുവപ്പ് അല്ലെങ്കിൽ നീല കളർ ഇതിനെ ഒപ്പിച്ചാനാണ് ഞാൻ ട്രൈ ചെയ്യണത്. നമ്മളിവിടെ അടുത്ത് ജംഗിളുണ്ട്, കാട്ടിത്തരാം. എന്തായാലും ഇവിടുന്ന് ബെഡ് എടുത്തേക്കാം. എപ്പോഴാണ് ഇനി തത്തനെ കിട്ടുക പറയാൻ പറ്റില്ല. അതിന് മുമ്പ് ഞാനിങ്ങനെ ക്രഷ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ക്രഷ് മാത്രമാണ് എല്ലാം കുറവായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയാൻ ഭയങ്കര പേടിയാണ്. പിന്നെ ആൾ കമ്മിറ്റഡ് ആണോ അല്ലയോ ഒന്നും അറിയില്ല. പറയുമ്പോൾ ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അതായത് ഒരേ ക്ലാസ്സൊക്കെ തന്നെ, ഒരേ ക്ലാസ്സൊന്നുമല്ല, അങ്ങനെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 27 സീഡുണ്ട്, അതിനുള്ളിലൊക്കെ തത്താനണക്കാൻ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. ഒരു ചുവന്ന കളർ അല്ലെങ്കിൽ നീല കളർ തത്തനെയാണ് നമ്മൾ അണക്കാൻ ഉദ്ദേശിച്ചത്. വത്ത കാണാണ്ട്, തത്തനൊന്നും കാണില്ല. ഞാൻ ഇതുവരെ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല. പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആണോ അല്ലേ അതൊന്നും വെച്ചറിയില്ല. പോയി പറഞ്ഞിട്ട് റിജക്ഷൻ കിട്ടിയാലോ, അതൊക്കെയാണ് പറയാത്തതിൻ്റെ മെയിൻ റീസൺ. അതിലും അടുത്ത എപ്പിസോഡിലൊക്കെ അല്ലെങ്കിൽ ഓഫ് ക്യാമറയിൽ നിന്നിട്ടേക്കരം നെയിം ചേഞ്ചിങ് കാർഡ് കൊണ്ട് ഞാൻ നെയിം ഇടാൻ പോണത്. സ്കെൽട്ട ക്രഷില്ല, ശത്രുക്കളുണ്ട്. നമ്മളോട് അങ്ങനെ നമ്മൾ വിചാരിച്ചായിരുന്നു ഞാൻ തത്തനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ തത്ത. കയറിയില്ലേ? ഓക്കെ, ഇതിനെ പരി കൊണ്ടേ ഇരുത്തണം. അടുത്ത വീഡിയോയിൽ ഇതിന് പേരിടണം. അതൊക്കെയാണ് പരിപാടി. അടുത്ത വീഡിയോ നമ്മൾ ക്യാമറയിലേക്ക് അതൊക്കെ ചെയ്യേണ്ടത്, ഒരുപാട് ലെങ്ത് ആവും. നമുക്കിത് എന്തായാലും കൊണ്ടേയിരുത്താം. വെള്ളത്തിലാക്കുമ്പോൾ തോളത്ത് നീച്ചോ എന്നാണ് അറിയാത്തത്. നീച്ചല്ലേ? അവിടെ പോയി എവിടെ? അയ്യോ, ക്രഷ്. ചാവല്ലേ? കേറിക്ക. ഓക്കെ, കിട്ടിയാണ്.
അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്ന ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. മറ്റേ ബെസ്റ്റ് കപ്പിൾസ് ഫോർ എവർ. റിയൽ ലൈഫിലില്ലെങ്കിൽ ഗെയിമിൽ നമുക്ക് തത്തനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതിൽ നമുക്ക് ഫിഷ് ചെയ്തേതായാലും ഒരു നെയിം ചേഞ്ചിങ് കാർഡ്, നെയിം ടാഗ്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്രഷിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് അപ്ഗ്രേഡറും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് മുമ്പ് നൈറ്റ് ഉണ്ടാവും, സ്കിപ്പ് ചെയ്യട്ടെ. ലാഗടിപ്പിക്കാതെ നമ്മുടെ വില്ലേജ് അപ്ഗ്രേഡ് ഉണ്ടാക്കണം. അതായത് ഞാനിത് എവിടെ നേരത്തെ ഓഫ് ക്യാമറയിൽ ഇത്രയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നോക്കിയാൽ മതി. അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്ലോക്ക് വയ്ക്കുക, മുകളിൽ വയ്ക്കുക. എന്നിട്ട് മൂവ്സൊന്നും പോകാതിരിക്കാൻ സ്ലാബ് വെച്ചെടുക്കുക. സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഈ മൊത്തത്തിൽ നമ്മുടെ ബ്രീഡറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏതായാലും നമ്മുടെ നമ്മുടെ ക്രഷിൻ്റെ പേരും വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഓഫ് ക്യാമറയിൽ നിന്ന് നെയിം ഇടാനായിട്ട് ഫിഷ് ചെയ്ത് നെയിം ടാഗും പിന്നെ ആൻബിയിലൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ ബ്രീഡറിൻ്റെ പണി ഇവിടെ കഴിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ബേബി വില്ലേജേഴ്സ് വരാൻ പോകുന്നത്. ഇനി ഇവിടെ റെയിലൊക്കെ വെച്ച് ബാക്കി സെറ്റ് ചെയ്യണം. അതിപ്പോൾ ഓഫ് ക്യാമറയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾക്കുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.